ഇരിക്കെ. പേരെങ്ങനെയായിരുന്നു? അനിൽകുമാർ. അനിൽകുമാർ. എന്തോ പ്രശ്നം? ഡോക്ടർ ഒരാഴ്ചയായിട്ട് വയറിന്റെ ഈ ഭാഗത്തായിട്ട് വല്ലാത്തൊരു വേദന, ഒരു അസ്വസ്ഥത. ഇവിടെ ആയിട്ടോ? ഈ ഭാഗത്ത് വേദനയുണ്ടോ ഞെക്കുമ്പോ? അല്ല, അങ്ങനെ തൊടുമ്പോ വലുതായിട്ടില്ല. തൊടുമ്പോ വേദനയില്ല. ശ്വാസം ഒന്ന് വലിച്ചിട്ടേ. ശ്വാസം വലിച്ചിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡോക്ടറെ ഉപയോഗിച്ച് ശ്വാസം വലിച്ചുവിടാൻ എനിക്ക് എന്താ ബുദ്ധിമുട്ട്? അതല്ല, ശ്വാസം വലിച്ചു വിടുമ്പോ ഇവിടെ എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ എല്ലാം തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. തോന്നില്ല. ഇല്ല. എന്തോ പ്രശ്നമാണ്. എന്തോ പ്രശ്നമാണ്. രാവിലെ എന്തോ കഴിച്ചേ? രാവിലെ ഞാൻ 3 പൊറോട്ടയും 1/2 ലിറ്റർ സാമ്പാർ. 1/2 ലിറ്റർ സാമ്പാറോ? പൊറോട്ട സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷൻ ഇല്ലേ ഡോക്ടറെ? ഇന്നലെ രാത്രിയിൽ എന്തോ കഴിച്ചേ? ഇന്നലെ രാത്രിയിൽ 2 പൊറോട്ട കഴിച്ചു. രാത്രിയിലും പൊറോട്ടയാണോ കഴിച്ചത്? 2 പൊറോട്ട. ഇത് ദഹനക്കേടിന്റെ പ്രശ്നമാണ്. നമ്മൾ ഈ പൊറോട്ടയൊക്കെ അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനൊക്കെ വലിയ പാടാ. അത് മാത്രമല്ല, ഈ തവിടില്ലാത്ത ഗോതമ്പാണ് മൈദ. അപ്പൊ അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ മോശം പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഡോക്ടറെ, ഈ തവിടില്ലാത്ത അരി വെളുപ്പിച്ചെടുത്താണല്ലോ ചോറുണ്ടാക്കി നമ്മൾ കഴിക്കുന്നത്. അത് കഴിച്ചാലോ അപ്പൊ ഈ പ്രശ്നം ഉണ്ടാകണമല്ലോ. ചൂട് കല്ലയിൽ ഇങ്ങനെ പൊറോട്ട തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുത്തിട്ട് ഒരു 5-6 എണ്ണം അടുക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ പടപടാതെ 4 സൈഡിലും അടിച്ച് തിരിച്ചിങ്ങനെ വെച്ചിട്ട് 2 വെട്ടും വെട്ടി ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ ലേറായിട്ട് ആവി പറക്കുന്ന പൊറോട്ട കാണുമ്പോൾ ആരായാലും കഴിച്ചു പോകും. അങ്ങനെ കൊതിയൊക്കെ തോന്നും. പക്ഷെ നമ്മള് സ്ഥിരം കഴിക്കുന്ന നമ്മുടെ വയറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡോക്ടറെ, ഞങ്ങളുടെ അടുത്തൊരു തടിമില്ല എനിക്ക് ജോലി, തടിപിടുത്തം. അപ്പൊ ഒരു മാസത്തിൽ 25 ദിവസമെങ്കിലും ജോലിയുണ്ട്. അപ്പൊ അങ്ങനെ 25 ഇൻറ്റു ഒരു വർഷം എന്ന് പറയുമ്പം 25 ഇൻറ്റു 12 300 ദിവസം. ഡെയിലി ഒരു 3 പൊറോട്ടയെങ്കിലും ഞാൻ കഴിക്കും. ഡെയിലി 3 പൊറോട്ടയോ? 3 പൊറോട്ട കഴിക്കും. അപ്പൊ 5 വർഷം സ്ഥിരമായിട്ട് എനിക്ക് അവിടെ ജോലിയാ. 5 വർഷം എന്ന് പറയുമ്പോൾ 1500 ദിവസം. 1500 ദിവസം 3 പൊറോട്ട വെച്ച് 4500 പൊറോട്ട ഈ 5 വർഷം കൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. 4500 പൊറോട്ടയോ? ഈ പൊറോട്ട വയറ്റിൽ കിടന്ന് ദഹിക്കത്തിൽ നിന്നാണല്ലോ ഡോക്ടർ പറയുന്നത്. അപ്പൊ എന്റെ 2 സംശയങ്ങൾ ഡോക്ടർ ഒന്ന് പരിഹരിച്ചു തരണം. ഡൗട്ട് നമ്പർ 1, ഞാൻ കഴിക്കുന്ന ഈ 4500 പൊറോട്ട വയറ്റിൽ കിടന്ന് ദഹിക്കാതെ ഞാൻ രാവിലെ കക്കൂസി പോകുമ്പോൾ ഇത് പുറത്ത് മൈദ ഉണ്ടയായിട്ട് പോകണം. അങ്ങനെ പോകുന്നില്ല, ഞാൻ ഡെയിലി നോക്കുന്നുണ്ട്. ഡൗട്ട് നമ്പർ 2, ഈ 4500 പൊറോട്ടയുടെ മൈദ ദഹിക്കാതെ ഈ വയറ്റിൽ കിടക്കാൻ എന്തായാലും സ്ഥലമില്ല. കാരണം ഞാൻ മറ്റാഹാരങ്ങളും കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്റെ വയറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഡോക്ടർ ഒന്ന് കണ്ടുപിടിക്കാം.